ഡിജിപിക്ക് ജേക്കബ് തോമസിന് പാലായിൽ വിലക്ക്. കെ.എം. മാണിക്കെതിരായ ബാർ കോഴക്കേസ് അന്വേഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് പാലാ സെന്റ് തോമസ് കോളേജിലെ പരിപാടിയിൽ ജേക്കബ് തോമസിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 4 മാസം മുൻപ് ക്ഷണിച്ച പരിപാടിയിലാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. വിവരങ്ങളുമായി ടി.പി. പ്രശാന്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, എങ്ങനെയാണ് സംഭവം? സൗമ്യ, പാലാ സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഈ മാസം 29-ന് പ്രഭാഷണവും അവാർഡ് ദാനവും അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ മുഖ്യ അതിഥിയായിട്ടാണ് ഡിജിപി ജേക്കബ് തോമസിനെ ക്ഷണിച്ചിരുന്നത്. എന്നാൽ പിന്നീട് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പരിപാടി റദ്ദാക്കിയതായി കോളേജ് അധികൃതർ ജേക്കബ് തോമസിനെ അറിയിക്കുകയായിരുന്നു. പരിപാടിയുടെ നോട്ടീസ് അച്ചടിച്ച് ഇറക്കുകയും പ്രവർത്തനങ്ങൾ ഏറെ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് കെ.എം. മാണിക്കെതിരെ അടക്കം 2 പുതിയ കേസുകൾ കൂടി, അഴിമതി കേസുകൾ കൂടി രംഗത്ത് വന്നത്. ഈ കേസിന്റെ എല്ലാം അന്വേഷണ ചുമതലയും ഉത്തരവാദിത്തങ്ങളും എല്ലാമുള്ള വിജിലൻസ് ഡയറക്ടറെ ഈ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ബാർ കോഴ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥനെ പരിപാടി സംഘടിപ്പിച്ചാൽ അത് പാലായിലടക്കം ഉള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ തിരിച്ചടിയാകുമെന്ന കണക്കുകൂട്ടലിൽ ജേക്കബ് തോമസിനെ തടയാൻ വേണ്ടി കെ.എം. മാണി അടക്കമുള്ള കേരള കോൺഗ്രസ് നേതാക്കൾ അവരുടെ വിദ്യാർത്ഥി സംഘടനയെ KSU നിർത്തിക്കൊണ്ട് മാനേജ്മെന്റിന് മുന്നിൽ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. ജേക്കബ് തോമസ് എത്തിയാൽ കരിങ്കൊടി കാണിക്കുമെന്ന നിലപാട് KSU എടുത്തതോടെ കോളേജ് മാനേജ്മെന്റ് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പരിപാടി റദ്ദാക്കിയതായി ജേക്കബ് തോമസിനെ അറിയിച്ചു. എന്നാൽ ഇതേക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതേസമയം പരിപാടി റദ്ദാക്കിയിട്ടില്ലെന്നും നവംബർ മാസത്തിലേക്ക് മാറ്റിവെക്കുക മാത്രമാണെന്നുമാണ് കോളേജ് അധികൃതർ നൽകിയിട്ടുള്ള വിശദീകരണം. നവംബർ മാസത്തിൽ പരിപാടി നടത്തുമ്പോൾ ജേക്കബ് തോമസിനെ മാറ്റി മറ്റൊരു മുഖ്യാതിഥിയെ കണ്ടെത്തണമെന്നും കെ.എം. മാണി അടക്കമുള്ള നേതാക്കൾ മാനേജ്മെന്റിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആക്ഷേപമുണ്ട്. പ്രത്യേകിച്ച് പാലാ നഗരത്തിൽ കെ.എം. മാണി അടക്കമുള്ള നേതാക്കൾക്ക് വളരെ സ്വാധീനവും ഉള്ള ഒരു കോളേജാണിത്. ആ കോളേജിലാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ബാർക്കോഴ അടക്കമുള്ള കേസുകളിൽ അന്വേഷണം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുമ്പോൾ ചിലപ്പോൾ അഴിമതിക്കെതിരെ അടക്കമുള്ള ചില നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കിയേക്കാം. അത്തരത്തിലുള്ള നിലപാടുകൾ വ്യക്തമാക്കുമ്പോൾ അത് കേരള കോൺഗ്രസ് എം അടക്കം, പ്രത്യേകിച്ച് അവരുടെ KSC അടക്കമുള്ള വിദ്യാർത്ഥി സംഘങ്ങളുടെ സജീവമായിട്ടുള്ള ക്യാമ്പസാണിത്. അവിടെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു ഭയം കൂടി ഇത്തരത്തിലുള്ള ഒരു വിലക്കിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കെ.എം. മാണി അടക്കമുള്ള നേതാക്കൾ നേരിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ മാനേജ്മെന്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തന്നെ വിദ്യാർത്ഥി സംഘടനയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു വിലക്കിലേക്ക് കൊണ്ടെത്തിക്കാൻ കാരണമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ജേക്കബ് തോമസിന് അവിടെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയം, കെ.എം. മാണിയുമായി ബന്ധപ്പെട്ട വിഷയം തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഷയമാണ്. ഇത്തരം കാര്യങ്ങളിൽ ആ ഘട്ടത്തിലൊക്കെ സമയത്തും കോളേജ് എടുത്തിരുന്ന ഒരു നിലപാട് ഇങ്ങനെ തന്നെയാണോ, അതോ സ്വാഭാവികമായും ഇപ്പോൾ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ബാഹ്യ സമ്മർദ്ദം എന്നത് വ്യക്തമാണോ ഇവിടെ? പ്രത്യേകിച്ച് പാലാ നഗരത്തിൽ KSC അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് ഏറെ സ്വാധീനമുള്ള ഒരു ക്യാമ്പസാണ് പാലാ സെന്റ് തോമസ് കോളേജ്. അവിടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി ജേക്കബ് തോമസ് അടക്കമുള്ള ആളുകളെ അങ്ങോട്ട് വിളിച്ചത് അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലക്കും പ്രത്യേകിച്ച് ആ നാട്ടുകാരൻ എന്ന നിലക്ക് കൂടിയാണ്. അത്തരത്തിൽ അദ്ദേഹം കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് 4 മാസം മുമ്പാണ് ഇത്തരത്തിൽ ഒരു പരിപാടിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചത്. ഈ 4 മാസത്തിനിടയിൽ കേരള രാഷ്ട്രീയത്തിൽ ചില സംഭവവാസങ്ങൾ ഉണ്ടാവുകയുണ്ടായി. പ്രത്യേകിച്ച് നികുതി അടക്കമുള്ള, നികുതി തട്ടിപ്പ് അടക്കമുള്ള, അല്ലെങ്കിൽ നികുതി ഇളവ് ചെയ്തടക്കമുള്ള ചില വിഷയങ്ങൾ, അതിൽ കെ.എം. മാണി അടക്കമുള്ള ആളുകൾ പ്രതിസ്ഥാനത്തേക്ക് വരുന്നു. അങ്ങനെയുള്ള ചില കേസുകളും ഇതിനിടയിൽ പൊന്തി വന്നപ്പോൾ ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും അതേക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ജേക്കബ് തോമസ്. അദ്ദേഹം അഴിമതിക്കെതിരെയുള്ള നിലപാടുകൾ നിരന്തരം ഉരുവിടുമ്പോൾ കെ.എം. മാണി അടക്കമുള്ളവർക്കെതിരെ തന്നെ ശക്തമായ നിലപാടുകൾ അദ്ദേഹം കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് തന്നെ നേരത്തെ തൊട്ട് സ്വീകരിച്ചിരുന്നു. ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ KSC അടക്കം സജീവമായി നിൽക്കുന്ന ക്യാമ്പസിൽ വരുമ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ പ്രസംഗത്തിൽ പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചടികൾ, അത്തരത്തിലുള്ള തിരിച്ചടികളെ കെ.എം. മാണിയും KSCയും അടക്കമുള്ള ആളുകൾ ഏറെ ഭയക്കുന്നു. ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു വിലക്കിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ളവർ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് കോട്ടയം പോലുള്ള തട്ടകത്തിൽ തങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു മേഖലയിൽ ഇത്തരത്തിൽ തങ്ങളുടെ ഒരു ശത്രുവായി അവർ കാണുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കടന്നു വരികയും ആ കോട്ടയിൽ കയറി തങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ഒരു ചർച്ച പോലും KSC അടക്കമുള്ള ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഒരു ബഹിസ്ഫുരണമാണ് ജേക്കബ് തോമസിന് ഈ പരിപാടിയിൽ വിലക്ക് ഏർപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത്. കോളേജ് മാനേജ്മെന്റും ആ ഒരു സ്വാധീനത്തിൽ, ആ ഒരു സമ്മർദ്ദത്തിൽ അടിപ്പെട്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. ഒരുപക്ഷെ പ്രശാന്ത്, ഇവിടെ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു വിഷയം എന്ന് പറയുന്നത്, സ്വാഭാവികമായും ഇത്തരം ആരോപണങ്ങളിൽപ്പെട്ട് നിൽക്കുന്നവരെ, പ്രത്യേകിച്ച് ഇത്രയും സുപ്രധാനമായ ഒരു കേസൊക്കെ വന്നിരിക്കുന്ന ഘട്ടത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളെയാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ ബോയ്ക്കോട്ട് ചെയ്യുക അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുകയൊക്കെ ചെയ്യേണ്ടത്. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെയാണ് ഇതിലെ ഒരു വലിയ വിഷയം തന്നെ നിലനിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലൊക്കെ എങ്ങനെയാണ് പൊതുവിൽ, കോളേജിലല്ലാതെ പൊതുവിൽ ഈ വിഷയം എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്?
സൗമ്യ, നേരത്തെ KMAണിക്കെതിരെ ആരൊക്കെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ, ആരൊക്കെ കേസുകൾ അന്വേഷിക്കാൻ രംഗത്ത് വന്നിട്ടുണ്ടോ, ആ ഉദ്യോഗസ്ഥരെല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു നിലപാടായിരുന്നു KSCയും യൂത്ത് ഫ്രണ്ടും അടക്കമുള്ളവർ നേരത്തെ തന്നെ ചെയ്തിരുന്നത്. KMAണിക്ക് എതിരായി ഏതെങ്കിലും കോടതിയിലെ ഒരു ജഡ്ജി അടക്കമുള്ളവർ വിധി പറഞ്ഞാൽ ആ ജഡ്ജിയെ അഴിമതിക്കാരാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി യൂത്ത് ഫ്രണ്ട് അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വരിക. ഒപ്പം ബാർക്കോഴ അടക്കമുള്ള കേസുകളിൽ KMAണിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നവർ വലിയ ശത്രുക്കളാണെന്ന് ഉള്ള രീതിയിൽ പ്രസ്താവനമായി KSC അടക്കം അതുപോലെ യൂത്ത് ഫ്രണ്ട് അടക്കമുള്ളവർ വരിക. അങ്ങനെ KSCയും യൂത്ത് ഫ്രണ്ടും പ്രത്യേകിച്ച് KMAണിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം നിരന്തരമായ ശ്രമങ്ങൾ നടത്തുമ്പോൾ ചില ഉദ്യോഗസ്ഥരെ പോലും, അതായത് സർക്കാർ നിയമിച്ച ചില ഉദ്യോഗസ്ഥരെ പോലും അവർ കളങ്കിതരാണെന്നുള്ള പ്രചരണത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള നിലപാടുകളാണ് KSCയും യൂത്ത് ഫ്രണ്ടും അടക്കമുള്ളവർ നേരത്തെ തൊട്ട് സ്വീകരിച്ചു വന്നിരിക്കുന്നത്. അവർ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രത്യേകിച്ച് KMAണിയുടെ അനുഗ്രഹാശിസ്ത്രോടുകൂടി തന്നെ ഈ ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നതും തങ്ങൾക്ക് ഈ പാല അടക്കമുള്ള കേന്ദ്രങ്ങളിൽ തിരിച്ചടി ഉണ്ടാകാതിരിക്കണം, അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് ജേക്കബ് തോമസ് വിലക്ക് ഏർപ്പെടുത്തിയേ പറ്റൂ എന്ന നിലപാടിലേക്ക് എത്തിച്ചേരുന്നതും ഇവരുടെ എല്ലാം തന്നെ സമ്മർദ്ദത്തിന്റെ ഫലമായി തന്നെയാണ് എന്ന് വേണം അനുമാനിക്കാൻ. ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മാണിയോട് അടുത്ത ആൾക്കാർ ആരെങ്കിലും, കേരള കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? അവരുടെ ഇടപെടലുകളൊക്കെ തന്നെയും സംശയിക്കുന്ന രീതിയിൽ ഏതെങ്കിലും പറയപ്പെടുന്നുണ്ടോ? എന്തായാലും ഇതേക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാൻ ഇവിടുത്തെ നേതാക്കൾ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വേറൊരു വസ്തുത. കാരണം ഈ വിഷയത്തിൽ ഇടപെടാതെ മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. നേതാക്കന്മാർ വിളിച്ചപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ ഞങ്ങൾ ഇല്ല എന്ന തരത്തിലാണ് നമ്മളോടക്കം സംസാരിച്ച് നമ്മൾ ചില നേതാക്കന്മാരെ വിളിച്ചിരുന്ന നേതാക്കന്മാർ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നതും അത്തരത്തിലാണ്. കാരണം ഇപ്പോൾ ഈ ഒരു വിഷയത്തെ നേരത്തെ തൊട്ട് ജേക്കബ് തോമസിനെതിരെ യൂത്ത് ഫ്രണ്ട് അടക്കമുള്ളവർ വലിയ പ്രസ്താവനകളും വാർത്താ സമ്മേളനങ്ങളും എല്ലാം തന്നെ കോട്ടയത്തടക്കം നടത്തിയതാണ്. ജേക്കബ് തോമസിനെ ഈ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിരുന്നത്. അത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി നിൽക്കുന്ന അവർ തങ്ങളുടെ തട്ടകത്തിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ഒരു സമീപനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. യൂത്ത് ഫ്രണ്ട് വിദ്യാർത്ഥി സംഘടനയെ ഉപയോഗപ്പെടുത്തുന്നു, KMAണി അടക്കമുള്ളവർ തങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയെ ഉപയോഗപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് KSC അടക്കമുള്ള സംഘടനകൾക്ക് പാലാ സെന്റ് തോമസ് കോളേജിൽ കാര്യമായിട്ടുള്ള സ്വാധീനമുണ്ട്. ആ സ്വാധീനം തന്നെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മാനേജ്മെന്റിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഈ ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തി. പ്രത്യേകിച്ച് പാലാ സെന്റ് തോമസ് കോളേജിലെ മാനേജ്മെന്റുമായിട്ടും KMAണിക്ക് അടുത്ത ബന്ധമാണുള്ളത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പോലും പിന്നീടും അവിടെ പഠിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു സാഹചര്യം ഒരുക്കി കൊടുത്ത മാനേജ്മെന്റ് ആണ്. അപ്പൊ ആ ഒരു സാഹചര്യം എല്ലാം നിലനിൽക്കുമ്പോൾ ആ ഒരു മാനേജ്മെന്റിൽ കാര്യമായ സ്വാധീനവും ഉള്ളപ്പോൾ മാനേജ്മെന്റിന് KMAണി അടക്കമുള്ള നേതാക്കൾ പറയുന്ന നിലപാടിനോടൊപ്പം നിൽക്കാനേ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് ഇത് തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജേക്കബ് തോമസിന് ഇവിടെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു വിഷയം ഒരുപക്ഷെ കോളേജ് ഇങ്ങനെ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് DGP അറിയിച്ചിട്ടുള്ളത്? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് 4 മാസം മുൻപ് പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ്, അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് അറിയിച്ചിട്ടുള്ളത്? അത് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? മായി ബന്ധപ്പെട്ടപ്പോൾ ഇതേക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കാരണം ഈ ഒരു വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ പല സാങ്കേതിക കാരണങ്ങൾ, പ്രത്യേകിച്ച് ഓഡിറ്റോറിയം അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവില്ല, 29-ാം തീയതി നടക്കുന്ന പരിപാടിക്ക് ഒഴിവില്ല എന്ന കാരണങ്ങൾ പറഞ്ഞാണ്, അത്തരത്തിലുള്ള സാങ്കേതികത്വം നിരത്തിയാണ് പരിപാടിയിൽ നിന്ന് ഈ സംഘടനയുടെ സംഘാടകർ അടക്കമുള്ളവർ അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം അന്താരാഷ്ട്ര തലത്തിലുള്ള പല സെമിനാറുകളും പാലാ സെന്റ് തോമസ് കോളേജിൽ അടക്കം നടന്നിട്ടുണ്ട് ഈ അടുത്തിടയ്ക്ക്. അത്തരത്തിൽ നടന്നിട്ടുള്ള ഒരു ക്യാമ്പസിൽ ഇതിനു വേണ്ടി പ്രത്യേകിച്ചൊരു വേദി ഇല്ല എന്നുള്ള ചില മുടന്തൻ ന്യായങ്ങൾ മാത്രമാണ് കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ചില സംഘാടകരുടെ ഭാഗത്തു നിന്നൊക്കെ എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിലാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മാനേജ്മെന്റ് നൽകുന്ന ഒരു വിശദീകരണം ഈ ഒരു പരിപാടി ഞങ്ങൾ റദ്ദാക്കിയിട്ടില്ല എന്നും ഇത് നവംബർ മാസത്തിൽ നടത്തും എന്നുമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു ചാനലിന് മുന്നിലോ അല്ലെങ്കിൽ ഫോൺ മുഖേനയോ മറ്റോ പ്രതികരിക്കാനുള്ള ഒരു തരത്തിലേക്ക് അവർ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നവംബർ മാസത്തിൽ പരിപാടി നടത്തുമ്പോൾ പോലും ആ പരിപാടിയിൽ ജേക്കബ് തോമസിനെ മുഖ്യാതിഥിയെ പങ്കെടുപ്പിക്കരുത് എന്ന ഒരു നിലപാട് കൂടി KMAണി അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് തന്നെയാണ് അതിന്റെ സൂചനകളും. ഈ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഈ ഒരു ബോയ്ക്കോട്ട് അടക്കമുള്ള വിഷയങ്ങൾ ഒരൊറ്റപ്പെട്ട സംഭവമായി കാണാനാകുമോ? അതോ തുടർന്നും ഈ വിധത്തിലുള്ളൊരു നടപടി എന്നൊക്കെ ഒരു മുന്നറിയിപ്പ് പരോക്ഷമായെങ്കിലും ഒക്കെ ലഭിക്കുന്നുണ്ടോ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ? കേരള കോൺഗ്രസിന്റെ ഒരു തട്ടകത്തിൽ ഇത്തരത്തിൽ ഒരു നിലപാടുകൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ബാർക്കോഴ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസ് രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ കാലങ്ങളായി അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ് അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റുക, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അപ്പോൾ ആ ഒരു നിലപാട് സ്വീകരിക്കുന്നവർ തങ്ങളുടെ തട്ടകത്തിൽ തങ്ങളുടെ ശത്രുവിനെ ഒരിക്കലും പരിഗണിക്കാൻ പാടില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതിന്റെ ഭാഗം തന്നെയായിട്ടാണ് ജേക്കബ് തോമസിനെ ഇത്തരത്തിലുള്ള വിലക്കിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അദ്ദേഹത്തെ ഇത്തരം പരിപാടികൾ എവിടെയൊക്കെ പങ്കെടുപ്പിക്കേണ്ടോ അവിടെയെല്ലാം വിലക്കുകൾ
ചെയ്യുക എന്നുള്ളത് കേരള കോൺഗ്രസിന്റെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള തീരുമാനമായിട്ടാണ് യൂത്ത് ഫ്രണ്ട് നേതാക്കൾ അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ളത്. അതായത് അദ്ദേഹത്തെ കരിങ്കൊടി അടക്കം കാണിക്കുന്ന രീതിയിലൊക്കെയുള്ള നിലപാടുകൾ സ്വീകരിക്കും, അദ്ദേഹത്തെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള എല്ലാ നിലപാടുകളും യൂത്ത് ഫ്രണ്ട് നേതാക്കൾ അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ജേക്കബ് തോമസിന് വരും ദിവസങ്ങളിലും കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിലെല്ലാം തന്നെ, അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള മാനേജ്മെന്റുകൾക്ക് മുന്നിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശം അവർ രഹസ്യ സ്വഭാവത്തോട് തന്നെ വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിന്റെ സൂചനയിൽ നിന്നും വ്യക്തമാകുന്നത്. അതിന്റെ ഒരു പരസ്യമായിട്ടുള്ള ഒരു വാർത്ത മാത്രമാണ് ഇപ്പോൾ പാലാ സെന്റ് തോമസ് കോളേജിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഒരുപക്ഷെ ഈ ഒരു വിഷയം പ്രത്യേകിച്ച് സജീവമായി തന്നെ ഈ മാണി ബാർകോഴ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു വിഷയം വരുന്നത്. അതായത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഗൗരവം, അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ്? പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുപക്ഷെ രാഷ്ട്രീയക്കാരെ തടയുക, അല്ലെങ്കിൽ ഇന്നിപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകാറുണ്ട്. ഇവിടെ ഒരു ഉദ്യോഗസ്ഥന് നേരെയാണ് ഈ വിധത്തിൽ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ അതൊക്കെ എങ്ങനെയായിരിക്കും നിരീക്ഷിക്കപ്പെടുക? പ്രശാന്ത്, പാലാ സെന്റ് തോമസ് കോളേജിനെ സംബന്ധിച്ച് കെ എം മാണി അടക്കമുള്ള നേതാക്കൾക്ക് വലിയ സ്വാധീനമുള്ള കോളേജാണെന്ന് നാം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ സ്വാധീനമുള്ള മേഖലകളിൽ ഇവരുടെ ശത്രുക്കൾ കടന്നു വരുന്നത് തടയുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം. ഈ 4 മാസം മുമ്പ് ഈ പരിപാടി സംഘാടകർ പ്ലാൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കൂടുതൽ അന്വേഷണം, ഒരു ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ മാത്രമാണ് കെ എം മാണിക്കെതിരെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ കേസുകൾ മാത്രം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസുകൾ മാത്രമാണ് കെ എം മാണിക്കെതിരെ ഉണ്ടായിരുന്നത്. അതിനുശേഷം മുന്നോട്ട് പോകുമ്പോൾ മറ്റു പല കേസുകളും പൊന്തി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് നികുതി ഇളവ് നൽകി, ഒരു ബാറ്ററി സ്ഥാപനത്തിന് നികുതി ഇളവ് നൽകി സംസ്ഥാന ഖജനാവിന് 1.25 കോടിയിലേറെ രൂപയുടെ നഷ്ടം വരുത്തിയ കേസ് വന്നിരിക്കുന്നു. കോഴി ഇതുമായി ബന്ധപ്പെട്ട കോഴി ഫാമുകൾക്ക് അടക്കം നികുതി വെട്ടിപ്പിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന സാഹചര്യം വന്നിരിക്കും. ഇങ്ങനെ നിരന്തരം കേസുകളുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇതിന്റെ പ്രതിഫലനങ്ങൾ പല രീതിയിലും ഉണ്ടായി. വിജിലൻസ് അടക്കമുള്ളവർ കൂടുതൽ കേസുകൾ എടുത്തുകൊണ്ട് കെ എം മാണി ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. പ്രത്യേകിച്ച് ഉത്രാട ദിനത്തിൽ നാട്ടകം ഗസ്റ്റ് ഹൗസിൽ കെ എം മാണിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ ഇതിന്റെ ഒരു രൂക്ഷത വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഈ 4 മാസത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള സ്ഥിതിവിശേഷം കാണിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വിജിലൻസ് ഡയറക്ടർ അടക്കമുള്ളവർ ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുമായി സംബന്ധിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ, ആ പരിപാടിയിൽ ഒരുപക്ഷെ അഴിമതിക്കെതിരെയുള്ള ശക്തമായ നിലപാടുകളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചേക്കാം എന്നുള്ളൊരു വലിയൊരു ഭയം കേരള കോൺഗ്രസ് എമ്മിനുണ്ട്. അങ്ങനെ നേരിട്ട് തന്നെ വിജിലൻസ് ഡയറക്ടർ ഇത്തരത്തിൽ അഴിമതിക്കെതിരെയുള്ള തന്റെ നിലപാടുകൾ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ, പ്രത്യേകിച്ച് കെ എം മാണിക്ക് സ്വാധീനമുള്ള പാലയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു സ്വാധീനത്തിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രസ്താവനയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് KSCക്കും യൂത്ത് ഫ്രണ്ടിനും കേരള കോൺഗ്രസ് എമ്മിനും അടക്കം കനത്ത തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള ഒരു ഭയം തന്നെയുണ്ട്. ആ ഭയത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു വിലക്കാണ് ഇത്. കാരണം ആ ഭയത്തിൽ നിന്ന് തങ്ങൾക്ക് ഒരു തിരിച്ചടി ഉണ്ടാകാൻ പോകുന്ന ആ ഒരു കാര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മാനേജ്മെന്റ് അടക്കം സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഈ ഒരു നിലപാടിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന് വേണം ഇതിൽ അനുമാനിക്കാൻ. TP പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. DGP ജേക്കബ് തോമസിന് പാലാ സെന്റ് തോമസ് കോളേജിൽ വിലക്ക്. 4 മാസം മുൻപ് പ്ലാൻ ചെയ്ത പരിപാടിയിലാണ് കെ എം മാണിക്കെതിരായ ബാർകോഴ കേസ് അന്വേഷിക്കുന്നു, അതിനെതിരെ നടപടിയെടുക്കുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ DGPക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിൽ ഭിന്നത. BJPയുമായുള്ള BDJSന്റെ ബന്ധം നഷ്ടക്കച്ചവടമാണെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്കെതിരെ തുഷാർ രംഗത്ത്. അഭിപ്രായം വെള്ളാപ്പള്ളിയുടേത് മാത്രമാണെന്നും സ്ഥാനമാനങ്ങൾ മോഹിച്ചല്ല BJPയുമായി ബന്ധം തുടങ്ങിയതെന്നും തുഷാർ പറഞ്ഞു. എന്ന് പറയാനൊക്കെ ഞാനത് BDJS പറയേണ്ടത്. ഗുണമുണ്ടോ ഗുണമില്ലേ, ലാഭമാണോ നഷ്ടമാണോ എന്നില്ല. താങ്കളുടെ ഒരു വിലയിരുത്തലിൽ എന്തെങ്കിലും ഗുണം? കാരണം ഇതുവരെ വന്നതിൽ വെച്ചുകൊണ്ടുള്ള നഷ്ടക്കച്ചവടത്തിന്റെ കണക്ക് പറയാനൊക്കെ ഉള്ളത്. അതിന് ഗുണത്തിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്ത് അതിനൊരു തീരുമാനം ഉണ്ടാകണം. ഇപ്പോഴും വെള്ളാപ്പള്ളി പറഞ്ഞ ഒരു നഷ്ടക്കച്ചവടമായി പോയി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അത് SNDP യോഗത്തിന്റെ അഭിപ്രായമായിരിക്കും പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചുള്ള നഷ്ടക്കച്ചവടമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഷാജഹാൻ ചേർന്നുണ്ടായി വാർത്തയുടെ വിവരങ്ങളുമായി. ഷാജി, ഈ വിഷയത്തിലൊരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന രീതിയിൽ തന്നെയാണ് വെള്ളാപ്പള്ളിയുടെയും മകന്റെയും പ്രതികരണം. എന്തൊക്കെയാണ് വിവരങ്ങൾ? സൗമ്യ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി BJPയുടെ ദേശീയ കൗൺസിൽ യോഗം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് നമുക്കറിയാം BDJS അടിയന്തര യോഗം കൂടിയത്. ഈ അടിയന്തര യോഗം കൂടിയതിന്റെ പ്രധാന കാരണം BDJSന് BJP ദേശീയ നേതൃത്വം വാഗ്ദാനം നൽകിയിരുന്ന സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ BJP-BDJSുമായിട്ടുള്ള ബന്ധം ഇനി തുടരണോ എന്ന തരത്തിലുള്ള സൂചന നൽകിയത്. എന്തായാലും അത് വളരെയധികം ചർച്ചാ വിഷയമായിരിക്കുകയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് BDJS BJPയുമായിട്ട് ഇനി മുൻപോട്ട് പോകണ്ട എന്ന തരത്തിലുള്ള
തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള വാർത്തകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകളുമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്നാൽ തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള BDJS-ന്റെ നേതാക്കൾക്ക് BJP-യുമായിട്ട് മുൻപോട്ട് പോകണം എന്നുള്ള രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്തെ BJP നേതാക്കൾക്ക് പോലും കേന്ദ്ര BJP-യുടെ ദേശീയ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള അവരെ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. സംസ്ഥാന നേതാക്കളെ കാര്യമായിട്ട് ദേശീയ നേതാക്കൾ പരിഗണിക്കുന്നില്ല, അല്ല അവർക്ക് വേണ്ട വാഗ്ദാനങ്ങൾ നൽകിയിട്ടില്ല, ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ BDJS-ന് ഏത് ഗണത്തിൽ ഇത്തരത്തിൽ ദേശീയ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അവർ വാഗ്ദാനം നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമെന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് BDJS BJP-യുമായി നടത്തിയ ലയനം സത്യത്തിൽ BDJS-ന് നഷ്ടക്കച്ചവടം മാത്രമാണ്. അത് ലാഭത്തിലോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത് കാര്യം പരിഗണിക്കേണ്ടത് BDJS-ന്റെ നേതാക്കളാണ്. അതുകൊണ്ട് BJP-യുമായിട്ട് ഇനി മുൻപോട്ട് പോകണ്ട എന്ന തരത്തിലുള്ള സൂചനകൾ മാത്രമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി നൽകിയത്. എന്നാൽ തുഷാർ വെള്ളാപ്പള്ളി ഇതിന് വിരുദ്ധ അഭിപ്രായമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. BDJS-ന് BJP-യുടെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും. ഭാവിയിൽ BDJS BJP-യുമായിട്ട് തന്നെ മുൻപോട്ട് പോകുമെന്ന തരത്തിലാണ് തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയെ കണ്ടതിൽ അസ്വാഭാവികതയില്ലെന്ന് കുമ്മനം രാജശേഖരൻ. BDJS-യുമായി സഖ്യം തുടരണമെന്നാണ് BJP-യുടെ ആഗ്രഹം. എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് BDJS ആണെന്നും കുമ്മനം പറഞ്ഞു. ഇന്ത്യയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് UDF-നും LDF-നും എതിരായിട്ടുള്ള ഒരു ജനകീയ വികാരത്തെ ഉയർത്തിപ്പിടിക്കുകയും LDF-നും UDF-ൻ്റെയും ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കുകയും ചെയ്തുകൊണ്ട് രണ്ടിനും ബദലായിട്ടുള്ള രാഷ്ട്രീയ ശക്തി എന്ന നിലയ്ക്കാണ് ഇന്ത്യ. BDJS ഈ നാളിതുവരെ BJP-യുമായിട്ട് യോജിച്ച് NDA-യിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒപ്പം പ്രവർത്തിക്കുകയാണ്. അതിപ്പം ഇന്ന് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് BDJS-ൻ്റെ നേതാക്കൾ ഇവിടെ ഉണ്ട്. അവരുടെ നിലപാടെന്താണെന്ന് അവരാണ് പറയേണ്ടത്. BJP ദേശീയ കൗൺസിൽ നേതൃയോഗത്തിൽ കേരള ഘടകത്തിന് വിമർശനം. വ്യക്തികേന്ദ്രിതമായാണ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നതെന്ന് നേതൃയോഗം പരാമർശിച്ചു. പ്രമേയത്തിന് അംഗീകാരം നൽകി വൈകിട്ടെത്തുന്ന പ്രധാനമന്ത്രി ഉറി ഭീകരാക്രമണത്തെക്കുറിച്ച് പ്രതികരിച്ചേക്കും. വിവരങ്ങളുമായി കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, വിശദാംശങ്ങൾ. സൗമ്യ, BJP-യുടെ ദേശീയ കൗൺസിലിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം അല്പസമയത്ത് തന്നെ കോഴിക്കോട് കടപ്പുറത്ത് ആരംഭിക്കും. വിവിധ ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് BJP പ്രവർത്തകരാണ് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നത്. ദേശീയ നേതൃയോഗം അല്പസമയം മുമ്പ് അവസാനിച്ചു കഴിഞ്ഞു. BJP-യുടെ ദേശീയ നേതാക്കളും അതുപോലെ തന്നെ സംസ്ഥാനത്തെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരും സംസ്ഥാന അധ്യക്ഷന്മാരുമാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. യോഗത്തിൽ പ്രധാനമായും നാളെ നടക്കുന്ന ദേശീയ കൗൺസിലിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ പ്രമേയത്തിന് രൂപം നൽകാനാണ് ഈ യോഗം ചേർന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന ഘടകങ്ങളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് യോഗത്തിൽ ചർച്ചയായി. ഈ ഘട്ടത്തിലാണ് കേരള ഘടകത്തെക്കുറിച്ച് രൂക്ഷമായ വിമർശനം ഈ യോഗത്തിൽ ഉയർന്നു വന്നത്. കേരള ഘടകത്തിൽ കമ്മിറ്റികൾ കേന്ദ്രീകൃതമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ യോഗത്തിൽ വിമർശനം ഉയർന്നു വന്നു. ഈ വിമർശനം ഉന്നയിച്ചത് കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാ സെക്രട്ടറി PL സന്തോഷാണ്. അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തിന് മുന്നാകെ ഈ കേരളത്തിലെ പാർട്ടിയിൽ നടക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കേരളത്തിൽ നേരത്തെ തന്നെ PK കൃഷ്ണദാസിന്റെയും B മുരളീധരന്റെയും നേതൃത്വത്തിൽ രണ്ട് ഗ്രൂപ്പുകളായിരുന്നു പ്രവർത്തനം ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ പ്രസിഡന്റ് ആയതോടുകൂടി കുമ്മനത്തിന്റെ നേതൃത്വത്തിൽ മൂന്നാമതൊരു ഗ്രൂപ്പ് കൂടി ഉയർന്നു വന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ PL സന്തോഷ് പാർട്ടി നേതൃത്വത്തിന് മുന്നാകെ അറിയിച്ചു എന്നാണ് നമുക്ക് അറിയുന്ന വിവരം. വിവരങ്ങൾ നൽകിയത്. സൈനിക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഉറി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, കൂടിക്കാഴ്ച വിശദാംശങ്ങൾ. സൗമ്യ, എന്തായാലും ഉറി ഭീകരാക്രമണത്തിന് ശേഷം ആദ്യമായി ഒരു പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയാണ്. അതിനാൽ തന്നെ അന്തർദേശീയ മാധ്യമങ്ങളടക്കം ഈ കോഴിക്കോടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിന് കൂടിയായിരുന്നു. കേരളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായി കരസേന, വ്യോമസേന, നാവികസേന മേധാവികളുമായി പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ നിലവിൽ അതിർത്തിയിലെ സംഘർഷങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയായി. ഇതോടൊപ്പം നിലവിലെ ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ
വിശദാംശങ്ങളും മൂന്ന് മേധാവികളും പ്രധാനമന്ത്രി മുമ്പാകെ വ്യക്തമാക്കുകയും ചെയ്തു. ഇതോടൊപ്പം എടുത്തു കാണേണ്ട സംഗതി, നിലവിൽ ഈ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തണമെന്നൊരു ആവശ്യം ഉറി സൈനിക കേന്ദ്രത്തിലെ ആക്രമണത്തിന് പിന്നാലെ കരസേനാ മേധാവി നിലവിൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അടിയന്തരമായി ഇങ്ങനെ ഒരു നീക്കം നടത്തേണ്ട എന്നാണ് അന്ന് സർക്കാർ തീരുമാനമെടുത്തത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു നിലപാടിൽ മാറ്റം കൊണ്ടുവന്നേക്കുമെന്ന സൂചനകൾ ശക്തമാണ്. പ്രധാനമന്ത്രി ഇതിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. നിലവിൽ ഈ രാഷ്ട്രീയമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്നാണ് അറിയുന്നത്. കൂടുതൽ മന്ത്രിസഭാ കൂടിക്കാഴ്ചകൾക്ക് ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. നേരത്തെ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്ന നീക്കത്തിലേക്ക് മാത്രമായി ഇന്ത്യ നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇത് വേണ്ട എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്കും ഉള്ളത് എന്നാണ് അറിയുന്നത്. ഇതിന്റെ സൂചനകൾ നൽകുന്ന ചില പരാമർശങ്ങൾ ഇന്ന് കോഴിക്കോട്ടത്തെ പ്രസംഗത്തിലും ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. എന്തായാലും നിലവിൽ കേരളത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെട്ടു കഴിഞ്ഞു. അതിനാൽ ഇന്ന് വൈകിട്ടത്തെ പൊതുസമ്മേളനത്തിൽ നരേന്ദ്രമോദി എന്ത് പ്രസ്താവന നടത്തുമെന്നതാണ് എടുത്തു കാണേണ്ടത്. സൗമ്യ, മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഒരേ ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തി പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് വീണ്ടും രംഗത്ത്. കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള പ്രത്യാക്രമണം ആണ് എന്ന് നവാസ് ഷെരീഫ് പറഞ്ഞു. ഇന്ത്യ തെളിവുകളില്ലാതെയാണ് തങ്ങളെ കുറ്റപ്പെടുത്തുന്നത്. ഇക്കാര്യത്തിൽ നിരുത്തരവാദപരമായ സമീപനമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും നവാസ് ഷെരീഫ് കുറ്റപ്പെടുത്തി. UN പൊതുസഭയിൽ പങ്കെടുത്ത ശേഷം ലണ്ടനിൽ വെച്ചാണ് നവാസ് ഷെരീഫിന്റെ പ്രതികരണം. ഒരേ ഭീകരാക്രമണത്തിൽ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് കശ്മീർ ഉപമുഖ്യമന്ത്രി നിർമ്മൽ സിംഗ്. കശ്മീർ പ്രശ്നത്തിൽ പിന്നിൽ പാകിസ്ഥാനാണെന്നും നിർമ്മൽ സിംഗ് കോഴിക്കോട് പറഞ്ഞു.